Good afternoon, all. Good afternoon. Ma'am. എന്താണ് ആദ്യം ഒരു ഷറില്ലല്ലോ ഗുഡ് ആഫ്റ്റർനൂൺ ഒന്നും ഉറക്കം വരുന്നുണ്ടാ? No, ma'am. ഓക്കെ. നമുക്ക് കഴിഞ്ഞ ദിവസം എവിടം വരെ എടുത്തോ ഡിസ്ചാർജ് പ്രോസസ്? പോളിസി ആൻഡ് പ്രൊസീജിയർ ഓൺ ഡിസ്ചാർജ് അത് കംപ്ലീറ്റ് ആയില്ലേ? ഓക്കെ. എന്തൊക്കെയാണ് പോളിസിയില് ഡിസ്ചാർജ് പോളിസിയിൽ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് എന്താണ്, അവിടെ ഹോസ്പിറ്റലിലുള്ള റിസോഴ്സസ് വെച്ച് കാണിട്ട് പേഷ്യൻസിനെ ഇഫക്റ്റീവായി എഫിഷ്യന്റ് ആയി ഡിസ്ചാർജ് ചെയ്യുക. അവർ വേറെ കംപ്ലൈൻറ്റ്സ് അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ എഫിഷ്യന്റ് ആയി അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുക. എന്താണ് ഒരു ഓതറൈസ്ഡ് ഹോസ്പിറ്റലില് എന്താണ് അവിടുത്തെ പ്രൈമറി കൺസൾട്ടന്റ് അതല്ല ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കും രോഗിക്ക് പേഷ്യന്റിന് ഡിസ്ചാർജ് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ എന്താണ് ഒരു പേഷ്യന്റ് അവര് സ്വന്തം ഇഷ്ടപ്രകാരം മെഡിക്കൽ അഡ്വൈസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഡിസ്ചാർജ് വാങ്ങി പോകാറുണ്ട്. എന്താണ് കൺസൾട്ടന്റ് ഡോക്ടർ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവര് ഡിസ്ചാർജ് ഇൻസ്ട്രക്ഷൻസ് അല്ലെ, അവർക്ക് ഡിസ്ചാർജിന് ശേഷം കഴിക്കേണ്ട മരുന്നുകൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ഡിസ്ചാർജ് ഇൻസ്ട്രക്ഷൻ, ഡിസ്ചാർജിന് ശേഷമുള്ള നിർദ്ദേശങ്ങളെ കുറിച്ച് എന്താണ് മെഡിക്കൽ റെക്കോർഡില് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഡിസ്ചാർജ് സമ്മറി എന്താണ്, ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാല് അവർക്ക് എന്താണ് ഒരു ഡിസ്ചാർജ് സമ്മറി, അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് കൊടുത്തത്, അവര് എങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് അവരെ കണ്ടീഷൻ എങ്ങനെയായിരുന്നു, അവർക്ക് എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തിയിട്ടുണ്ട്, അവരതിന്റെ റിസൾട്ടുകൾ ലാബ് ടെസ്റ്റുകളോ എക്സ്റേയോ സ്കാനിങ്ങുകളോ അങ്ങനെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടുകളൊക്കെ ഡിസ്ചാർജ് സമ്മറിയിൽ ഉൾപ്പെടുത്താറുണ്ട്. എന്താണ് ബില്ലിംഗുമായിട്ട് എന്തെങ്കിലും കംപ്ലൈൻസുകളോ അതല്ല ബില്ല് സെറ്റിൽമെന്റിന് വേണ്ടി അവര് പേഷ്യൻസ് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ എന്തെങ്കിലും പേഷ്യൻസിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ആരാണ് വാർഡ് സിസ്റ്റർ അതിനുള്ള മറുപടി പറയാൻ തയ്യാറാകണം. പിന്നെ എന്താണ് ഡിസ്ചാർജ് സമ്മറിയിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു തന്നെ ഡിസ്ചാർജ് സമ്മറിയിൽ പേഷ്യന്റിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. പിന്നെന്താണ് പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കിയിട്ട് അവർക്ക് അവര് അസുഖം എന്താണ് ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെയാണ്, അവർക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഡിസ്ചാർജ് സമ്മറിയിൽ എന്താണ് കോസ് ഓഫ് ഡെത്ത് മരണം സംഭവിക്കാനുള്ള കാരണം ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ എന്താണ് പേഷ്യന്റിനോട് എന്താണ് ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റ് അവരെ കൊണ്ട് എഴുതി സൈൻ ചെയ്ത് മേടിക്കുക. കൂടാതെ ഡിസ്ചാർജ് സമ്മറിയെ കുറിച്ച് എന്താണ് പേഷ്യന്റിനോടും അവരുടെ അതല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനോടും അതിനുള്ള എക്സ്പ്ലനേഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്ചാർജ് സമ്മറിയിൽ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെന്താണ് അവര് മെഡിക്കൽ അഡ്വൈസിന് എഗെയിൻസ്റ്റ് ആയിട്ട് AMA ഡിസ്ചാർജ് ആണ് വാങ്ങി ആ പേഷ്യന്റ് പോകുന്നതെങ്കിൽ അതിനുള്ള അങ്ങനെ ചെയ്താലുള്ള റിസ്കുകളും പിന്നെന്താണ് അതിനുള്ള പോളിസികൾ എന്താണ് കൺസേൺ ഫോം ഒക്കെ സൈൻ ചെയ്ത് കൊടുക്കണല്ലേ AMA. അപ്പൊ അതൊക്കെ എന്താണ് അവർക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെന്താണ് LAMA ലിവിങ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണെങ്കിൽ ആ പേഷ്യന്റിന് അതുകൊണ്ടുണ്ടാകുന്ന ഹെൽത്ത് പ്രോബ്ലംസ് എന്തെങ്കിലും കോൺസിക്വൻസസ് ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചും പിന്നെ അവരുടെ LAM ഫോം ഒക്കെ സൈൻ ചെയ്ത് വാങ്ങിക്കുക. പിന്നെന്താണ് പേഷ്യന്റ് നേരിട്ട് വന്ന് കാഷ്വാലിറ്റിയിൽ വന്ന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവര് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിപ്പോകുന്നത് ആരാണ്? ചീഫ് മെഡിക്കൽ ഓഫീസറുടെ അനുവാദത്തോടു കൂടി ആയിരിക്കണം. പിന്നെന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണ് നല്ല ഓർഗനൈസ്ഡ് രീതിയിലുള്ള ഒരു ഡിസ്ചാർജ് പ്ലാനിങ് ആയിരിക്കണം കൊണ്ടുവരേണ്ടത്. അതെന്താണ് നമ്മൾ രോഗികൾക്ക് അവരുടെ സാറ്റിസ്ഫാക്ഷൻ തൃപ്തി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് സഹായിക്കുക. അവർക്ക് എന്താണ് ബില്ലിങ് സെറ്റിൽ ചെയ്യാൻ അവർക്ക് ബില്ല് കിട്ടാനൊക്കെ
ഒരുപാട് നേരം എന്താണ് ചില പേഷ്യൻസ് എന്തായിരിക്കും അവിടെ മോഡ് ഓഫ് പേയ്മെന്റ് പല ഇൻഷുറൻസ് ക്ലെയിം അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെ ചില സമയത്ത് ചില പർട്ടിക്കുലർ സമയത്ത് അതല്ലെങ്കിൽ ചില ഹോസ്പിറ്റലിലൊക്കെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് അതിന്റെ സെറ്റിൽമെന്റ് ഒക്കെ കംപ്ലീറ്റ് ആവാനായിട്ട്. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാണ്ട് നല്ല ഓർഗനൈസ്ഡ് രീതിയിലുള്ള ഡിസ്ചാർജ് പ്ലാൻ ഉണ്ടായിരിക്കണം. ഇനി നെക്സ്റ്റ് എടുക്കാലോ. ഓക്കെ. നെക്സ്റ്റ് ഡിസ്ചാർജ് പ്രോസസ് ഫ്ലോ ചാർട്ട്. ഡിസ്ചാർജ് പ്രോസസ് നടത്തുന്നത് എങ്ങനെയെന്ന് നമുക്ക് ഫ്ലോ ചാർട്ട് അതിന്റെ ഫ്ലോ ചാർട്ട് അറിഞ്ഞിരിക്കണം. റിട്ടേൺ ഓർഡർ ബൈ ഡോക്ടർ. എന്താണ് നമ്മൾ ഡിസ്ചാർജ് എപ്പോഴാണ് ആരാണ് പറയുന്നത്? ഡോക്ടർ ആണെന്ന് പറഞ്ഞല്ലേ. അപ്പൊ എന്താ രോഗിനെ പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കിയിട്ട് ഡോക്ടർ വിസിറ്റിന് വരുന്ന സമയത്തല്ലേ ഇവരെ ചെക്കപ്പ് ഒക്കെ ചെയ്ത് എന്താണ് ഡോക്ടർ അവര് ഹെൽത്ത് ഓക്കെ ആയി അവര് സ്റ്റേബിൾ ആയി അവരുടെ രോഗമൊക്കെ കുറഞ്ഞു കാണുന്നുണ്ടെങ്കിലും ഡോക്ടർ പറയില്ല ഇന്ന് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം എന്ന് പറയും. അപ്പൊ എന്താ ഡോക്ടർ അവരുടെ റെക്കോർഡിൽ ഡിസ്ചാർജ് ഓർഡർ എഴുതും. റിട്ടേൺ ഓർഡർ ബൈ ഡോക്ടർ. നെക്സ്റ്റ് ഇൻഫോമിങ് അതർ ഡിപ്പാർട്ട്മെന്റ്. എന്താണ് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇൻഫോം ചെയ്യിക്കുക. എന്തുകൊണ്ടായിരിക്കും അത്? ഒരു പേഷ്യൻസിന് അല്ലെ ഇപ്പൊ എന്താണ് നേഴ്സിംഗ് കെയർ ഇട്ടിട്ടുണ്ടാവും അല്ലെ, ഡോക്ടേഴ്സ് കെയർ കിട്ടിയിട്ടുണ്ടാവും, അതല്ലെങ്കിൽ എന്തിന്റെ ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ എന്താണ് അല്ലെങ്കിൽ മെഡിക്കേഷൻസ് അല്ലെ ഫാർമസിയിൽ നിന്ന് മെഡിക്കേഷൻസ് ഒക്കെ വാങ്ങിച്ചിട്ടില്ല. അപ്പൊ എന്താ ഈ ഓരോ സ്ഥലത്ത് ബില്ലുകൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ നേഴ്സിംഗ് കെയറിന് ഫീസ് ഉണ്ടാവും, ഡോക്ടേഴ്സ് കെയറിന്റെ ഫീസ് ഉണ്ടാവും, ഇപ്പൊ മെഡിക്കേഷൻസ് മരുന്നുകൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ബില്ലുകളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അതെല്ലാം ബില്ലിംഗ് സെക്ഷനിലേക്ക് ഫോർവേഡ് ചെയ്യുന്നതിനായി ആ പേഷ്യന്റ് അതെല്ലാം എന്താണ് ഇന്ന റൂമിൽ കിടക്കുന്ന പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്തെന്ന് എന്താണ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും അറിയിക്കുക. റിട്ടേണിംഗ് ഓഫ് പേഷ്യന്റ് മെഡിക്കേഷൻസ്. എന്താണ് ഡോക്ടർ അവരെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന സമയത്ത് കൊടുത്ത മെഡിസിൻസ് ആയിരിക്കില്ല അവർക്ക് ഹോം കെയറിൽ മെഡിസിന് കൊടുക്കുന്നത്. അവർക്ക് എന്താണ് മാറ്റി കൊടുക്കാൻ അവരുടെ ഡോസേജ് അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്താറുണ്ട്. അപ്പൊ എന്താണ് അവരെ ഇപ്പൊ കയ്യിലുള്ള മരുന്നുകൾ എന്താണ് ഫാർമസിയിലേക്ക് റിട്ടേൺ ചെയ്യുക. റിട്ടേണിംഗ് ഓഫ് പേഷ്യൻസ് മെഡിക്കേഷൻസ്. എന്താണ് ഇപ്പൊ അവർ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്ത സമയത്ത് അവർ യൂസ് ചെയ്യുന്ന മെഡിസിൻസ് എന്താണ് റിട്ടേൺ ചെയ്യുക. പ്രിപ്പറേഷൻ ആൻഡ് പ്രോസസിംഗ് ഓഫ് ബിൽസ്. എന്താണ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും ബിൽസുകൾ അല്ലെ ബില്ലുകള് പ്രിപ്പയർ ചെയ്യുക. അതെന്താണ് പ്രോസസ് ചെയ്യുക അല്ലെ. എല്ലാ ബില്ലിംഗ് സെക്ഷനിലേക്ക് പ്രോസസ് ചെയ്യുക. നെക്സ്റ്റ് ചെക്ക് മോഡ് ഓഫ് പേയ്മെന്റ്. ക്യാഷ് ഓർ ഇൻഷുറൻസ്. നമ്മൾ പറഞ്ഞില്ല എന്താണ് ചില പേഷ്യൻസ് അല്ലെ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ഒക്കെ ആയിരിക്കും ഇൻഷുറൻസ് ക്ലെയിം അങ്ങനെയുള്ള പേഷ്യൻസ് ഉണ്ടാവും. എന്താണ് അവർ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ അവർ ഇൻഷുറൻസ് ഒക്കെ ക്ലെയിം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള എങ്ങനെയാണ് പേയ്മെന്റ് എങ്ങനെയാണ് ക്യാഷ് ആണ് അടക്കുന്നത് അതല്ല വല്ല ഇൻഷുറൻസ് ആണോ എന്നതൊക്കെ എന്താണ് രോഗിയോട് പേഷ്യൻസിനോട് അല്ലെങ്കിൽ റിലേറ്റീവ്സിനോട് ചെക്ക് ചെയ്യുക ചോദിച്ച് മനസ്സിലാക്കുക. വെരിഫിക്കേഷൻ വിത്ത് റെസ്പെക്റ്റീവ് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ്. എന്താണ് വെരിഫൈ ചെയ്യുക ഏത് ഇൻഷുറൻസ് ആണോ അവർ ക്ലെയിം ചെയ്തിരിക്കുന്നത് അവരുടെ അടുത്ത് വിളിച്ച് വെരിഫിക്ക എന്താണ് പേഷ്യൻസിനെ എന്താണ് ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് അവർക്ക് ഇത്ര രൂപ ബില്ലായി എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വെരിഫൈ ചെയ്യുക. ഇൻഫോം വാട്ട്സ് ടു പേ ദ ബിൽ ബൈ പേഷ്യന്റ്. എന്താണ് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ പ്രൊസീജിയർ ഒക്കെ നടക്കുന്നത് ബില്ലിംഗ് സെക്ഷനിലൊക്കെ ആയിരിക്കും അല്ലെ. അത് കഴിഞ്ഞിട്ട് വാർഡിൽ വിളിച്ചറിയിക്കണം ആ പേഷ്യന്റിന്റെ ഇത്ര റൂമിൽ കിടക്കുന്ന പേഷ്യന്റിന്റെ ബില്ലൊക്കെ ആയിട്ടുണ്ട് ഫൈനലൈസ് ആയിട്ടുണ്ട് അവരോട് പറഞ്ഞ് എന്താണ് ബില്ല് സെറ്റിൽ ചെയ്യാൻ പറഞ്ഞ വാർഡിലെ ആളുകളെ ഇൻഫോം ചെയ്യിക്കുക. നെക്സ്റ്റ് സെറ്റിൽമെന്റ് ഓഫ് ബില്ല്. ഇൻഫോം വാർഡിൽ അതല്ലെങ്കിൽ റൂമിലുള്ള ആ സെക്ഷനിലുള്ള നേഴ്സിനെ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ അവര് വന്ന് റൂമിൽ പറയുമ്പോൾ എന്ത് ചെയ്യും ഈ പേഷ്യന്റിന്റെ ആളുകൾ ചെന്ന് എന്ത് ചെയ്യും സെറ്റിൽമെന്റ് ഓഫ് ബില്ല് അടക്കില്ലേ അതാണ് സെറ്റിൽമെന്റ് ഓഫ് ബില്ല്. നെക്സ്റ്റ് കളക്ടിങ് ഡിസ്ചാർജ് മെഡിക്കേഷൻ. എന്താണ് ആ പേഷ്യന്റിന്റെ ഡിസ്ചാർജിന്റെ സമയത്ത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മരുന്നുകൾ എന്ത് ചെയ്യുക കളക്ട് ചെയ്യുക. ഫാർമസി പോയി കാണിട്ട് മരുന്നുകൾ കളക്ട് ചെയ്യുക. എക്സ്പ്ലെയിൻ മെഡിക്കേഷൻസ് ആൻഡ് പ്രൊവൈഡ് ഡിസ്ചാർജ് സമ്മറി. എന്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണ് ഒരു പേഷ്യന്റിനെ എന്താണ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഡിസ്ചാർജ് സമ്മറി കൊടുക്കുന്ന അങ്ങനെയുള്ള ഡിസ്ചാർജ് സമ്മറിയും പിന്നെ പേഷ്യൻസിനെ അഡീഷണൽ ആയിട്ട് അതല്ലെങ്കിൽ
പുതുതായി എഴുതി കൊടുത്തിരിക്കുന്ന മരുന്നുകൾ വാങ്ങിക്കുകയല്ല, എക്സ്പ്ലെയിൻ ചെയ്യുക. അവർക്ക് മരുന്നുകൾ കളക്ട് ചെയ്തിട്ട് ആ മരുന്ന് എപ്പോഴൊക്കെയാണ് കഴിക്കേണ്ടത്, എത്ര ഡോസേജിലാണ് കഴിക്കേണ്ടത് എന്നതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അറേഞ്ച് ട്രാൻസ്പോർട്ടേഷൻ ഇഫ് നീഡഡ്. ചില പേഷ്യൻസിന് എന്താണ് അവിടെ നിന്ന് പോകുന്നതിനായിട്ട് വണ്ടിയൊക്കെ ആവശ്യമുണ്ടാകും, അല്ല ആംബുലൻസ് സർവീസുകളോ അതല്ലെങ്കിൽ അവർക്ക് പോകാനുള്ള വെഹിക്കിൾസ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഡോക്യുമെന്റേഷൻ ഓഫ് ഡിസ്ചാർജ് ആൻഡ് റിമൂവ് പേഷ്യന്റ് ഫ്രം ഹിസ് എന്താണ് ഡിസ്ചാർജിന് സമയത്ത് അവർക്ക് വേണ്ട ഡോക്യുമെന്റേഷൻസും കൂടാതെ എന്താണ് അവരെ റിമൂവ് ചെയ്യണം അല്ലെ. അത് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് ഇതിലേക്ക് എന്താണ് പേഷ്യന്റിനെ ആഡ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഇന്ന പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്താണ് ആ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുമ്പോ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് അവർ ഡിസ്ചാർജ് ആയി എന്ന് പറഞ്ഞ് അവരെന്താണ് റിമൂവ് ചെയ്യുക. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻപേഷ്യന്റ് റെക്കോർഡ്സിന് അവരെ റിമൂവ് ചെയ്യുക. ക്ലിയർ ആയോ? ഫ്ലോ ചാർട്ട്. ഫസ്റ്റ് റിട്ടേൺ ഓർഡർ ബൈ ഡോക്ടർ. എന്താണ് രോഗിയെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് റിട്ടേൺ ഓർഡർ കൊടുത്തില്ല. എന്താണ് ഡോക്ടർ പറഞ്ഞാൽ മാത്രമാണ് അല്ലെ പേഷ്യന്റിനെ അവിടെ നിന്ന് വിട്ടയക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള റിട്ടേൺ ഓർഡർ കൊടുത്തു. അപ്പൊ എന്താണ് ഇൻഫോമിങ് അതർ ഡിപ്പാർട്ട്മെന്റ്. എന്താണ് ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ എല്ലാ ആളുകൾ അറിയണം, എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇൻഫോം ചെയ്യണം അല്ലെ. എന്നാലാണ് അവർക്ക് എന്തൊക്കെ ടെസ്റ്റുകൾ അതല്ലെങ്കിൽ എന്തൊക്കെ മെഡിക്കേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ അവർക്ക് നോക്കി അതിനുള്ള ബില്ലൊക്കെ സെറ്റിൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് റിട്ടേണിംഗ് ഓഫ് പേഷ്യന്റ് മെഡിക്കേഷൻസ്. എന്താണ് ഇപ്പൊ മരുന്നുകൾ അവർക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ ആ സമയത്ത് ബാലൻസ് ഉള്ള മരുന്നുകൾ എന്ത് ചെയ്യാം ഫാർമസിയിലേക്ക് റിട്ടേൺ ചെയ്യുക. പ്രിപ്പറേഷൻ ആൻഡ് പ്രോസസിംഗ് ഓഫ് ബില്ല്. എന്താണ് ഓരോ സെക്ഷനിൽ നിന്നും അല്ലെ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എന്താണ് മരുന്ന് ബിൽസുകൾ പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം ബില്ലിംഗ് സെക്ഷനിലേക്ക് അല്ലെ ബില്ലിംഗ് സെക്ഷനിലേക്ക് പ്രോസസ് ചെയ്യുകയും ചെയ്യുക. എന്താണ് കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെ ഇലക്ട്രോണിക് ഡിവൈസിലായിരിക്കും. അപ്പൊ അവർക്ക് അത് പ്രോസസ് അയച്ചു കൊടുക്കുകയും ചെയ്യുക. ചെക്ക് മോഡ് ഓഫ് പേയ്മെന്റ്. എന്താണ് പേഷ്യന്റിനോട് അതല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനോട് എന്താണ് പേയ്മെന്റ് എങ്ങനെയാണ്, ക്യാഷ് ആണോ അതോ ഇൻഷുറൻസ് ആണോ എങ്ങനെയാണ് ബിൽ ഓഫ് സെറ്റിൽമെന്റ് എന്ന് ചോദിച്ച് മനസ്സിലാക്കുക. എന്താണ് വെരിഫിക്കേഷൻ വിത്ത് റെസ്പെക്റ്റീവ് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ്. എന്താണ് വല്ല ഇൻഷുറൻസ് അങ്ങനെയുള്ളത് ക്ലെയിം ഒക്കെ ആണെങ്കിൽ അവരോട് വിളിച്ചുങ്ങാട്ട് അതിന്റെ വെരിഫിക്കേഷൻസ് ഒക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യുക. ഇൻഫോം വാട്ട്സ് ടു പേ ബിൽ ദ പേഷ്യന്റ് ബിൽ ബൈ പേഷ്യന്റ്. എന്താണ് പേഷ്യന്റിന്റെ ബില്ലായി എന്നുള്ള വിവരം വാർഡിലേക്ക് വിളിച്ച് അതല്ല റൂമിന്റെ ആ സെക്ഷനിലേക്ക് വിളിച്ച് അറിയിക്കുക. സെറ്റിൽമെന്റ് ഓഫ് ബിൽ. അതിനുശേഷം എന്താണ് പേഷ്യന്റിന്റെ റിലേറ്റീവ്സോ പേഷ്യൻസോ വന്ന് എന്താണ് ബില്ല് സെറ്റിൽ ചെയ്യുക. അതെന്താണ് ബില്ല് സെറ്റിൽ ചെയ്തതിനു ശേഷം പുതുതായി അഡീഷണൽ ആയി അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന മരുന്നുകൾ മെഡിക്കേഷൻസ് കളക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ മെഡിക്കേഷൻ ആൻഡ് പ്രൊവൈഡ് ഡിസ്ചാർജ് സമ്മറി. എന്താണ് അവർക്ക് മെഡിക്കേഷൻസ് മരുന്നുകൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് എക്സ്പ്ലനേഷനും കൊടുക്കുക. കൂടാതെ എന്താണ് ഡിസ്ചാർജ് സമ്മറിയും കൊടുക്കുക. അറേഞ്ച് ട്രാൻസ്പോർട്ടേഷൻ ഇഫ് നീഡഡ്. എന്തെങ്കിലും വണ്ടികളുടെ വാഹനങ്ങളുടെ സർവീസ് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് അതെന്താണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഡോക്യുമെന്റേഷൻ ഓഫ് ഡിസ്ചാർജ് ഡിസ്ചാർജിനുള്ള ഡോക്യുമെന്റേഷനും പിന്നെന്താണ് പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് എന്താണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്യുക. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിമൂവ് ചെയ്യുക. ക്ലിയർ ആയോ? ഇത് ഫ്ലോ ചാർട്ട് ക്ലിയർ ആയോ? നെക്സ്റ്റ് വാട്ട് ഈസ് ഡിസ്ചാർജ് സമ്മറി. ഡിസ്ചാർജ് സമ്മറി എന്താണെന്ന് ഡിസ്ചാർജ് സമ്മറി എന്ന് പറഞ്ഞാല് എന്താണ്? സെക്കൻഡ് ഇൻഫോമിങ് അതർ ഡിപ്പാർട്ട്മെന്റിലേക്ക് വെരിഫിക്കേഷൻ വിത്ത് റെസ്പെക്റ്റീവ് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ്. ഇപ്പൊ എന്താണ് ചില പേഷ്യൻസ് നമ്മൾ പറഞ്ഞില്ലേ ഇൻഷുറൻസ് അതല്ലെങ്കിൽ ക്ലെയിം ഒക്കെ വഴിയായിരിക്കും പേയ്മെന്റ് നടത്തുന്നത്. അപ്പൊ എന്താ അതേത് ഇൻഷുറൻസ് ഏജന്റ് ആണ് അങ്ങനെയുള്ള
അവരെ വിളിച്ചിങ്ങാട്ട് വെരിഫൈ ചെയ്യുക. ഈ ഇന്ന പേഷ്യൻസ് ഇവിടെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്, അവർക്ക് ഇത്ര രൂപ ബിൽ സെറ്റിൽമെന്റ് ആയിട്ടുണ്ട്, അപ്പൊ അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് നമ്മൊരു വെരിഫിക്കേഷൻ നടത്തൂലേ? അങ്ങനെയുള്ള ഒരു വെരിഫിക്കേഷൻ നടത്തിട്ട് എന്താണ്, ചില ഇൻഷുറൻസ് ക്ലെയിമുകളിൽ അവർക്ക് ഒരു പരിധിയൊക്കെ ഉണ്ടാവില്ല. ഇപ്പൊ ചിലപ്പോ 2 ലക്ഷം രൂപ അതല്ലെങ്കിൽ 1 ലക്ഷം രൂപ അവർ മാക്സിമം അത്രയും രൂപ അവർ കവറേജ് ചെയ്യുള്ളൂ, ഇൻഷുറൻസ് കവറേജ് ചെയ്യുള്ളൂ. അപ്പൊ ചിലപ്പോ ആ പേഷ്യൻസിന് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അതല്ലെങ്കിൽ ഈ ബില്ല് സെറ്റിൽ ആവുമ്പോ ആ ഇൻഷുറൻസ് ഏജൻസിനെ വിളിച്ച് കാണിട്ട് വെരിഫൈ ചെയ്യുക. ക്ലിയർ ആയോ റിജേഷ്? ക്ലിയർ ആയോ? വിജേഷ് എവിടെയാ ചോദിച്ചിട്ട്? ഓക്കെ. നെക്സ്റ്റ്, വാട്ട് ഈസ് ഡിസ്ചാർജ് സമ്മറി? ഡിസ്ചാർജ് സമ്മറി എന്താണ്? ഈ ഡിസ്ചാർജ് സമ്മറി ഈസ് എ ക്ലിനിക്കൽ റിപ്പോർട്ട്. ഡിസ്ചാർജ് സമ്മറി എന്ന് പറഞ്ഞത് ആ പേഷ്യന്റിനെ കുറിച്ചുള്ള ക്ലിനിക്കൽ റിപ്പോർട്ടാണ്. നമ്മൾ പറഞ്ഞല്ലേ, പേഷ്യന്റിന്റെ ഡയഗ്നോസിസ് ഉണ്ടാവും, രോഗനിർണയം നടത്തിയതുണ്ടാവും, ആ രോഗിയുടെ കണ്ടീഷൻ, ആ ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോ അവരെ കണ്ടീഷൻ എന്താണെന്നുണ്ടാവും, പിന്നെ അവർക്ക് എന്തൊക്കെ മെഡിക്കേഷൻസ് കൊടുത്തിട്ടുണ്ടാവും, പിന്നെ എന്താണ് അവർക്ക് എന്തെങ്കിലും ടെസ്റ്റുകളോ സ്കാനിങ്ങുകളോ എക്സ്റേയോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടുകളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള എല്ലാം കൂടി ഉൾപ്പെടുത്തിയ ഒരു ക്ലിനിക്കൽ റിപ്പോർട്ടാണ് പ്രിപ്പയർഡ് ബൈ എ ഹെൽത്ത് പ്രൊഫഷണൽ അറ്റ് ദ കൺക്ലൂഷൻ ഓഫ് എ ഹോസ്പിറ്റൽ സ്റ്റേ. എന്താണ് അതാരാണ് തയ്യാറാക്കുന്നത്? നമ്മൾ പറഞ്ഞ ഡോക്ടർ ആണ് അല്ലെ. ആ പേഷ്യന്റ് ഏത് ഡോക്ടറെയാണോ കൺസൾട്ട് ചെയ്തിരിക്കുന്നത് ആ ഡോക്ടറാണ് ഡിസ്ചാർജ് സമ്മറി എഴുതി തയ്യാറാക്കുന്നത്. എന്താണ് ഹോസ്പിറ്റൽ സ്റ്റേയില് സീനിയർ ഡോക്ടർ എന്താണ് അവിടെ ഹോസ്പിറ്റൽ സ്റ്റേയില് ഹോസ്പിറ്റലില് ആ പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന സമയത്ത് അവർക്ക് എന്തെല്ലാം ചെയ്തു, എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ ചെയ്തു, എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്തു, അതിലുള്ള ഒരു കൺക്ലൂഷൻ ആണ് ഡിസ്ചാർജ് സമ്മറിയിൽ ഉൾപ്പെടുത്തുന്നത്. ഇറ്റ് ഈസ് ഓഫൺ ദ പ്രൈമറി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദി ഹോസ്പിറ്റൽ കെയർ ടീം ആൻഡ് ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സ്. എന്താണ് ഈ ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്? ഒരു പ്രാഥമികമായ ഒരു റിപ്പോർട്ട് ആയിരിക്കും. എന്താണ് ഈ പേഷ്യന്റിനെ കുറിച്ച് ആ സമയത്ത് ആദ്യം ഹോസ്പിറ്റൽ കെയർ ടീം എന്താണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന സമയത്ത് രോഗിനെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സും ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സ് എന്താണ് ഈ രോഗിനെ ഡിസ്ചാർജ് ആയതിനു ശേഷം അവർക്ക് പിന്നീട് എന്തെങ്കിലും ട്രീറ്റ്മെന്റുകളോ അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമോ വേറെ ഏതെങ്കിലും ഡോക്ടേഴ്സിനെ അതല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിനെയൊക്കെ കാണേണ്ടി വരുമ്പോൾ അവർക്ക് ഈ ഡിസ്ചാർജ് സമ്മറി നോക്കിക്കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ അല്ലെ എന്താണ് രോഗിനെ കുറിച്ചുള്ള ഒരു പ്രാഥമികമായിട്ട് ആ രോഗിക്ക് എന്ത് അസുഖങ്ങളുണ്ട്, എന്തൊക്കെ മെഡിക്കേഷൻസ് അവർ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ ടെസ്റ്റുകൾ നടത്തി അതിന്റെ റിപ്പോർട്ടുകൾ എന്തൊക്കെയാണെന്ന് ഈ ഡിസ്ചാർജ് സമ്മറി നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഈ പേഷ്യന്റിന് മനസ്സിലാക്കാൻ ഡോക്ടറിന് ആഫ്റ്റർ കെയർ ഡോക്ടറിന് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് അവരെ ഹോസ്പിറ്റൽ കെയർ ടീമും ആഫ്റ്റർ കെയർ ടീമും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം നടത്തുന്നതിനുള്ള ഒരു പ്രാഥമിക റിപ്പോർട്ടാണ് ഡിസ്ചാർജ് സമ്മറി. ക്ലിയർ ആയത്? ഇപ്പൊ ഒരു പേഷ്യന്റിനെ ഒരു 5-6 ദിവസം ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് എന്നിട്ട് എന്താണ് അവര് ഓക്കെ ആയിക്കഴിഞ്ഞാൽ അവിടുന്ന് ആ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്ത് പറഞ്ഞേക്കണം. പക്ഷെ എന്താണ് വീണ്ടും ആ പേഷ്യന്റ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാല് വേറെ ഏതെങ്കിലും അവരുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാല് ഈ ഡിസ്ചാർജ് സമ്മറി കാണിച്ചു കഴിഞ്ഞാല് അവിടുത്തെ ഡോക്ടർക്ക് പെട്ടെന്ന് തന്നെ ഈ രോഗിക്ക് എന്ത് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത്, അർജന്റ് ആയിട്ട് എന്ത് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത്, എന്ത് രീതിയിലുള്ള കെയേഴ്സ് കൊടുക്കണം എന്നൊക്കെ ഈ ഡിസ്ചാർജ് സമ്മറി നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലിയർ ആയോ അത്? ഡിസ്ചാർജ് സമ്മറി. നെക്സ്റ്റ്, ഡിസ്ചാർജ് സമ്മറി ഷാൽ ഇൻക്ലൂഡ്. ഡിസ്ചാർജ് സമ്മറിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ദ റീസൺ ഫോർ അഡ്മിഷൻ. എന്താണ് എന്തുകൊണ്ടാണ് പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയത്? സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ്. എന്താണ് എന്തൊക്കെ കാര്യങ്ങൾ അവർ കണ്ടുപിടിക്കും? എന്താണ് BP കൂടുക, അതിൽ ഷുഗർ കൂടുക, എന്തൊക്കെ കാര്യങ്ങൾ അവർ ഈ രോഗിനെ ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ട് എന്ത് അസുഖമാണെന്ന് എന്തൊക്കെ കാര്യങ്ങൾ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്? ഡയഗ്നോസിസ്. എന്താണ് ഇതിലെ ടെസ്റ്റുകൾ എന്തൊക്കെ ചെയ്ത് കണ്ട് അവര് രോഗനിർണയം നടത്തിയിട്ടുണ്ട് പേഷ്യന്റിന്
ഡോക്ടർ ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ട് രോഗനിർണയം നടത്തിയിട്ടുണ്ടെങ്കിൽ ഡയഗ്നോസിസ് ആൻഡ് പേഷ്യൻസ് കണ്ടീഷൻ അറ്റ് ഡിസ്ചാർജ് എന്താണ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റെ കണ്ടീഷൻ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഡിസ്ചാർജ് സമ്മറിയിൽ എന്താണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട്സ് എന്തൊക്കെയാണ്? ലബോറട്ടറി റിസൾട്ട്, അതാണ് ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട് അല്ലെ, അന്വേഷണം വിധേയമാക്കിയ റിസൾട്ട്. അതെന്താണ്? ലാബ് ടെസ്റ്റുകൾ വരും, ലാബ് ടെസ്റ്റിന്റെ റിസൾട്ടുകൾ വരും. സ്കാനിങ് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് വരും. പിന്നെ എക്സ്റേ എടുത്തിട്ടുണ്ടെങ്കിൽ അതുണ്ടായിരിക്കും. അങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട് ഒക്കെ എന്താണ് ഈ ഡിസ്ചാർജ് സമ്മറിയുടെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ദ മെഡിക്കേഷൻ ഗിവൺ ആൻഡ് പ്രൊസീജിയേഴ്സ് ഡൺ എന്താണ് ആ പേഷ്യൻസിന് എന്തൊക്കെ മെഡിക്കേഴ്സ് മരുന്നുകൾ കൊടുത്തിട്ടുണ്ട് അവര് ബെറ്റർ സ്റ്റെപ്പ് ഇതിലാക്കാനായിട്ട് എന്തൊക്കെ പ്രൊസീജിയർ നടപടിക്രമങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് എന്നൊക്കെ എന്താണ് ഈ ഇപ്പൊ എന്താണ് പ്രൊസീജിയേഴ്സ് നടപടിക്രമങ്ങൾ. ഇപ്പൊ ഹാർട്ട് പേഷ്യൻസ് അങ്ങനെയുള്ള ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്ന പേഷ്യൻസ് ഒക്കെയാണ് അവർക്ക് എന്താണ് ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റ് അങ്ങനെയുള്ള ഇതൊക്കെ നടത്തില്ലേ. അങ്ങനെയുള്ള എന്തെങ്കിലും നടപടിക്രമങ്ങള് ഇപ്പൊ എന്താണ് വയറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് വന്ന പേഷ്യൻസിന് എന്താണ് എൻഡോസ്കോപ്പി അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ നടത്തില്ലേ. അപ്പൊ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്താണ് ഈ ഡിസ്ചാർജ് സമ്മറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ഫോളോ അപ്പ് അഡ്വൈസ് എന്താണ് ഈ പേഷ്യൻസിന് ഫോളോ അപ്പ് അഡ്വൈസ് എന്താണ് ഒരു ആഴ്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടോ വരേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ വേറെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഡോക്ടറെ ചെക്കപ്പിന് പോകേണ്ടതുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫോളോ അപ്പ് അഡ്വൈസുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്താണ് ഡിസ്ചാർജ് സമ്മറിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. മെഡിക്കേഷൻ ആൻഡ് അതർ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഹൗ ടു ഒബ്റ്റെയിൻ അർജന്റ് കെയർ ഇൻ എൻ അണ്ടർസ്റ്റാൻഡബിൾ മാനർ എന്താണ് ചില പേഷ്യൻസിന് എന്താണ് അവർക്ക് എന്തെങ്കിലും അർജന്റ് കെയർ ഇപ്പൊ എന്താണ് ഹാർട്ട് അറ്റാക്ക് ഉള്ള പേഷ്യൻസിന് എന്താണ് അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിന് അവർക്ക് എന്താ പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നാക്കിന്റെ അടിയിൽ ഇടാൻ ഒരു ഗുളികയൊക്കെ ഉണ്ട് അല്ലെ, മെഡിസിൻ ഒക്കെ ഉണ്ട് ഉണ്ടോ? അറിയോ? അത് ഉണ്ട്. അതേപോലെ അങ്ങനെയുള്ള എന്തെങ്കിലും ക്രിട്ടിക്കൽ സ്റ്റേജിൽ അവർക്ക് കൊടുക്കേണ്ട കെയേഴ്സ് അവർക്ക് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെയാണെന്ന് അറിയില്ല. അങ്ങനെയുണ്ട്, ഒരു ഗുളികയുണ്ട്. അപ്പൊ എന്താണ് ആ ഗുളിക അവരുടെ ഈ ഹാർട്ടിന് എന്തെങ്കിലും ബ്ലോക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലാണ് അവർക്ക് അങ്ങനെ വരുന്നത്. അപ്പൊ അവർക്ക് നാവിന്റെ ഇടയിൽ ഗുളിക ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് അത് സ്റ്റേബിൾ ആവാൻ സാധിക്കും, അവരെ ഹെൽത്ത് ഓക്കെ ആക്കാൻ സഹായിക്കും. അപ്പൊ അങ്ങനെയുള്ള മെഡിക്കേഷൻസ് അതല്ലെങ്കിൽ BP കൂടുന്ന പേഷ്യൻസിന് അല്ലെ, അതല്ലെങ്കിൽ ഷുഗർ കൂടുന്ന പേഷ്യൻസിന് അവരെ പെട്ടെന്ന് ഉപയോഗിക്കാനുള്ള ടാബ്ലറ്റ്സ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ അതിനെ കുറിച്ചൊക്കെ എന്താണ് ഈ ഡിസ്ചാർജ് സമ്മറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് എന്തൊക്കെ അർജന്റ് കെയർ വേണ്ട ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട മെഡിക്കേഷനെ കുറിച്ച് അതല്ല അവർക്ക് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതിന്റെ നിർദ്ദേശങ്ങളൊക്കെ ഈ ഡിസ്ചാർജ് സമ്മറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഡിസ്ചാർജ് സമ്മറി എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? റീസൺ ഫോർ അഡ്മിഷൻ, സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ്, ഡയഗ്നോസിസ് ആൻഡ് പേഷ്യൻസ് കണ്ടീഷൻ അറ്റ് ഡിസ്ചാർജ് എന്താണ് ആ പേഷ്യൻസിനെ എന്തുകൊണ്ടാണ് അഡ്മിറ്റ് ആക്കിയത് ഹോസ്പിറ്റലിൽ. കൂടാതെ സിഗ്നിഫിക്കൻസ് ഫൈൻഡ് എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ അന്വേഷണ വിധേയമൊക്കെ ടെസ്റ്റുകൾ നടത്തിയിട്ട് അതല്ല എന്തെങ്കിലും ഇതൊക്കെ ചെയ്ത് കാണിട്ട് ലാബ് ടെസ്റ്റിന്റെ അതല്ലെങ്കിൽ സ്കാനിങ് ഒക്കെ ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടുപിടിച്ചത്. ഡയഗ്നോസ് എന്താണ് രോഗനിർണയം നടത്തുക, രോഗിക്ക് എന്ത് അസുഖമാണെന്ന്. ആൻഡ് പേഷ്യൻസ് കണ്ടീഷൻ എന്താണ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയായിരുന്നു. ദ ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട്സ് ലബോറട്ടറി റിസൾട്ട് എന്താണ് ആ പേഷ്യന്റിനെ അന്വേഷണ വിധേയമാക്കുന്ന റിസൾട്ട് എന്തൊക്കെയായിരിക്കും? ലബോറട്ടറി ടെസ്റ്റുകൾ, ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, പിന്നെ എന്താണ് സ്കാനിങ്ങുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടുകൾ, അതല്ല എന്താണ് എക്സ്റേ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടുകളൊക്കെ എന്താണ് ഈ ഡിസ്ചാർജ് സമ്മറിയുടെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ദ മെഡിക്കേഷൻസ് ഗിവൺ ആൻഡ് ദ പ്രൊസീജിയേഴ്സ് ഡൺ എന്താണ് ഈ പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന സമയത്ത് അവർക്ക് എന്തൊക്കെ മെഡിക്കേഷൻസ് മരുന്നുകൾ കൊടുത്തിട്ടുണ്ട് അവർക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി എന്തൊക്കെ നടപടിക്രമങ്ങൾ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഹാർട്ടിന് ബ്ലോക്ക് ഉള്ള പേഷ്യൻസിനെയൊക്കെ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും? ആദ്യം അവരെ ആൻജിയോഗ്രാം ചെയ്യും, ആൻജിയോപ്ലാസ്റ്റ് ചെയ്യും, അതല്ല വയറുവേദനയോ വയറിന് അങ്ങനെയുള്ള എൻഡോസ്കോപ്പി അങ്ങനെയുള്ള ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ, അതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രൊസീജിയേഴ്സ് ദാറ്റ് ഇഫ് എനി എന്തൊക്കെ പ്രൊസീജിയേഴ്സ്
അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ഒക്കെ ഓക്കെ ആക്കാൻ വേണ്ടി അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഫോളോ അപ്പ് അഡ്വൈസ് എന്താണ്, അവർക്ക് ഫോളോ അപ്പ് കെയർ ആവശ്യമാണെങ്കിൽ എന്താണ്, ഒരാഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യണം. അതല്ല വേറെ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിന് ആ ഒരു ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് അങ്ങനെയുള്ള ഫോളോ അപ്പ് കെയർസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഡിസ്ചാർജ് സമ്മറിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. മെഡിക്കേഷൻ ആൻഡ് അതർ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഹൗ ടു ഒബ്റ്റെയിൻ അർജന്റ് കെയർ ഇൻ ആൻ അണ്ടർസ്റ്റാൻഡബിൾ മാനർ. എന്താണ്, പേഷ്യന്റിന് അവർക്ക് എന്തെങ്കിലും ക്രിട്ടിക്കൽ സ്റ്റേജ് അതല്ലെങ്കിൽ അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ട മെഡിക്കേഷനെ കുറിച്ച് അതല്ല അതർ ഇൻസ്ട്രക്ഷൻസ് എന്തെങ്കിലും വേറെ എന്തെങ്കിലും നിർദ്ദേശങ്ങളാണെങ്കിൽ അതൊക്കെ എന്താണ് ഈ ഡിസ്ചാർജ് സമ്മറിയില് ആ ഡോക്ടർ അവിടുത്തെ ഡോക്ടർ എഴുതിയിട്ടുണ്ടായിരിക്കും. ക്ലിയർ ആയത്? ഡിസ്ചാർജ് സമ്മറി ഷാൽ ഇൻക്ലൂഡ് എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്ചാർജ് സമ്മറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഒന്ന് വായിച്ചു നോക്കിയൊന്ന് ഇത്രയും ഭാഗം. ഒന്ന് മിസ് എടുത്തതൊന്നും നോക്കിയേ. ക്ലിയർ ആയോ? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? എന്താരൊന്നും പറയാത്തെ? ആദ്യത്തെ ഭാഗത്ത് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ എടുത്തതൊക്കെ ആ ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞു. അപ്പൊ ഇനി നിങ്ങൾക്ക് ആദ്യത്തെ ഭാഗത്ത് ഈ ചാപ്റ്ററിന്റെ ആദ്യത്തെ ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്, എത്ര ടൈപ്പ് ഡിസ്ചാർജ് ഉണ്ട്, എന്താണ് പോളിസികൾ, എന്താണ് ഡൗട്ട്സ് വല്ലതും ഉണ്ടാവും? ഫ്ലോ ചാർട്ട്, ഡിസ്ചാർജ് സമ്മറി എന്താണ്, ഡിസ്ചാർജ് സമ്മറിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്? ക്ലിയർ അല്ലേ? അടുത്ത ദിവസം ഞാൻ ചോദിക്കുമ്പോ എന്നിട്ട് മിണ്ടാണ്ട് ഇരുന്നോട്ടെ എല്ലാവരും. ഓക്കെ, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതാം എന്നാ. ഇനി നമ്മ നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഐസിയുലാണ്, ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ പ്രിന്റ് എടുത്തിട്ടുണ്ടായിരിക്കണം കേട്ടാ. AMA ഡിസ്ചാർജ് പറയാം. 13ാമത്തെ ചാപ്റ്റർ ആണ് ICU. AMA discharge. AMA discharge indicates against medical advice discharge, which occur when the patients take decision to leave a hospital or healthcare facilities before their treatment is published against the advice of their healthcare provider. എന്താണ് AMA discharge എന്ന് പറഞ്ഞാല് മെഡിക്കൽ അഡ്വൈസിന് ആ പേഷ്യന്റിനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാണ്ട് എഗെയിൻസ്റ്റ് ആയിട്ട് എന്താണ് ഇവര് ഡിസ്ചാർജ് വാങ്ങി പോകുന്നതാണ്. എന്താണ് വിച്ച് ഓക്കർ വെൻ പേഷ്യന്റ് ടേക്സ് ഡിസിഷൻ. എന്താണ് പേഷ്യന്റ് തന്നെ തീരുമാനം എടുക്കുകയാണ്. ഈ അവിടുത്തെ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് തീരുന്നതിന് മുമ്പ് തന്നെ എന്താണ് അവിടെ നിന്ന് ട്രീറ്റ്മെന്റ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അവർ അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോകുക. AMA discharge may occur for a variety of reasons. എന്താണ് AMA discharge പല കാരണം കൊണ്ട് സംഭവിക്കാം.
ഇൻക്ലൂഡിംഗ് എ ഡിസയർ ടു ലീവ് ദ ഹോസ്പിറ്റൽ ഏർലി. എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് ആ പേഷ്യന്റിന് നേരത്തെ പോകണം. എന്താണ് ഒരുപാട് ദിവസം അവർക്ക് ഹോസ്പിറ്റൽ, ചിലപ്പോ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആവാം, അതല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് ആവാം. എന്തെങ്കിലും കാരണം കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് നേരത്തെ അവർക്ക് പോകുന്നതിന് വേണ്ടി, അതല്ല ഡിസ്അഗ്രിമെന്റ് വിത്ത് ദ റെക്കമെൻഡഡ് ട്രീറ്റ്മെന്റ് പ്ലാൻ. എന്താണ് അവർക്ക് അവിടെ നിന്ന് കിട്ടുന്ന ട്രീറ്റ്മെന്റിൽ എന്താണ് അവർ സാറ്റിസ്ഫൈഡ് അല്ല, അതുകൊണ്ട് ആ ഡോക്ടറെ അതല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന ട്രീറ്റ്മെന്റിൽ എന്താണ് അവർ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ എന്താണ് അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങിപ്പോകും. ബെറ്റർ ട്രീറ്റ്മെന്റ് ലഭിക്കുന്നതിന് വേണ്ടി ഡിസ്ചാർജ് വാങ്ങിപ്പോകും. ഓർ ഡിഫക്ട് വിത്ത് ദ ക്വാളിറ്റി ഓഫ് കെയർ. എന്താണ് അവിടെ നിന്ന് കിട്ടുന്ന കെയർസിൽ ഗുണനിലവാരമില്ല, എന്താണ് ടെസ്റ്റുകൾക്ക്, അതല്ലെങ്കിൽ ഡോക്ടറുടെ സർവീസ്, അതല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന മെഡിക്കേഷൻസ്, അതല്ലെങ്കിൽ അവിടെ നിന്ന് ലഭിക്കുന്ന എന്തെങ്കിലും ഫെസിലിറ്റീസ് ഒക്കെ എന്താണ് അവർക്ക് ഒരു ഗുണനിലവാരം തോന്നാത്തതായിട്ട് തോന്നും. എന്താണ് അവര് ഡോക്ടറോട് നിർബന്ധപ്രകാരം ഈ പേഷ്യന്റ് എന്താണ് ഡിസ്ചാർജ് വാങ്ങി പോകും. എന്താണ് AMA ഡിസ്ചാർജ് എന്ന് പറഞ്ഞാല് ഒബ്സ്റ്റക്കിൾസ്. അതെവിടെയാണ്? AMA ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. എന്താണ് AMA ഡിസ്ചാർജ് എന്ന് പറഞ്ഞാല് എന്താണ് മെഡിക്കൽ അഡ്വൈസർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ പേഷ്യന്റിന് നിർബന്ധപൂർവം ഡിസ്ചാർജ് വാങ്ങി പോകുന്നത്. എവിടെയാണോ പറഞ്ഞേ? AMA ഫോം കണ്ടെയ്ൻസ്. AMA ഫോമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതേണ്ടത്? എന്താണ് ഇങ്ങനെ AMA ഡിസ്ചാർജ് വാങ്ങുന്ന പേഷ്യൻസ് എന്താണ് ഒരു AMA ഫോം അവർക്ക് എഴുതി സൈൻ ചെയ്ത് കൊടുക്കണം. ഐ ആം ലീവിംഗ് ദ ഹോസ്പിറ്റൽ വാർഡ് എഗെയിൻസ്റ്റ് ദ മെഡിക്കൽ അഡ്വൈസ്. എന്താണ് മെഡിക്കൽ അഡ്വൈസറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വിപരീതമായിട്ട് ഞാൻ എന്താണ് ഇവിടുന്ന് പോകുകയാണ്, ഡിസ്ചാർജ് വാങ്ങി പോകുകയാണ്. ഡോക്ടർ explained to me about my disease condition and ill effect of discharge medical advice. എന്താണ് ഡോക്ടർ എന്നോട് എന്റെ മെഡിക്കൽ കണ്ടീഷനെ കുറിച്ചും എന്താണ് ഇവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ എന്താണ് ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടേഴ്സ് ഹോസ്പിറ്റൽ ആൻഡ് doctors, hospital and staff will not be responsible for any ill effects that may happen after my departure. എന്താണ് ഞാൻ ഇവിടുന്ന് അതായത് ഇവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി പോയതിനു ശേഷം എനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്റെ ശാരീരികമായ അല്ലെങ്കിൽ എനിക്ക് ഹെൽത്ത് കണ്ടീഷനുമായി ബന്ധപ്പെട്ട് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ ആരാണ് ഡോക്ടറോ ഇവിടുത്തെ ഹോസ്പിറ്റലോ ഇവിടുത്തെ ഡോക്ടറോ അതല്ലെങ്കിൽ നഴ്സുമാരോ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞ് ഒരു ഫോം അവര് എഴുതി സൈൻ ചെയ്ത് കൊടുക്കണം. ക്ലിയർ ആയോ? നോടെ ഒന്ന് വായിച്ചു നോക്കിയേ. ഇപ്പൊ ചോദിച്ചില്ല ആരോ? അതെവിടെയാണെങ്കിൽ നോക്കിയിട്ട് കണ്ടില്ല. ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. മെസ്സേജ് അയച്ചിരുന്നല്ലോ. ആരെന്തോ ചോദിച്ചിരുന്നു. ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ ഇങ്ങനെ വരുമ്പോഴേ പെട്ടെന്ന് പറയുന്നെങ്കിലേ ഇത് വരും. അതാണ് അത് പറയാണ്ടിരുന്ന ആ സമയത്ത്. ലാസ്റ്റ് പേജാ.
ഏത് സെക്ഷനിലാണെന്നൊന്ന് പറയാമോ? പോളിസി ആൻഡ് പ്രൊസീജിയർ, അതല്ല എന്താണ് ഡിസ്ചാർജ് സമ്മറി, എവിടെയാണെന്നൊന്ന് പറയാമോ? ഡിസ്ചാർജ് ടു പാലിയേറ്റീവ് അല്ലേ? ഓക്കെ ഓക്കെ. Discharge to hospice palliative care means the process transferring to a patient hospice or health care facilities to specialized program or അതിലാണോ? അത് കഴിഞ്ഞിട്ട് things you can implement right away to remove the obstacles. അതാണ് obstacles എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ. എന്താണ് ഡിസ്ചാർജിന്റെ സമയത്ത് ഉണ്ടാകുന്ന തടസ്സങ്ങൾ? എന്താണ് ചിലപ്പോ ബില്ല് കിട്ടാൻ നേരം വൈകുക, അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ. ഓക്കെ. അതെ, ക്ലാസ് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഇടയിൽ നിങ്ങൾ ചോദിക്കുമ്പോഴേ ചിലപ്പോ നമുക്ക് റിപ്ലൈ തരാൻ പറ്റില്ല. എന്താണ് ഒരാൾ പറഞ്ഞു കൊടുക്കല്ലേ, അത് കഴിഞ്ഞിട്ട് ചോദിക്കുമ്പോൾ പെട്ടെന്ന് പറയാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ അത്? ഈ ചാപ്റ്റർ ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ എഴുതാം. എക്സ്ട്രാ ക്വസ്റ്റ്യൻ. നിങ്ങളെ ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതുന്നേ? ഇപ്പൊ നോട്ട്സ് ഒക്കെ എഴുതുന്ന ബുക്കാണോ അത് ക്വസ്റ്റ്യൻ എഴുതാനായിട്ട് സെപ്പറേറ്റ് ബുക്ക് ഉണ്ടോ നിങ്ങൾക്ക്? ക്വസ്റ്റ്യൻസ് ഇപ്പൊ എല്ലാ ടീച്ചേഴ്സും ക്വസ്റ്റ്യൻ തരുന്നില്ല, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നില്ല. അപ്പൊ സെപ്പറേറ്റ് ബുക്ക് ഉണ്ടല്ലേ? അങ്ങനെ എഴുതിയാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും എക്സാമിനൊക്കെ പെട്ടെന്ന് ക്വസ്റ്റ്യൻ ഒക്കെ നോക്കി പോവാനായിട്ട്. സെപ്പറേറ്റ് ഒരു ബുക്ക് എടുത്ത് ഓരോ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെക്കണെങ്കിലേ നിങ്ങൾക്ക് പെട്ടെന്ന് അത് റെഫർ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ എഴുതിക്കോ അന്ന്. A dash happens, extra questions, discharge process, extra question. A dash happens, a dash happens, a dash happens whenever a patient, whenever a patient leaves, whenever a patient leaves hospital, whenever a patient leaves the hospital on the completion of treatment, patient leaves hospital on the completion of treatment, signing out against medical advice, signing out against medical advice, transferring to another healthcare institution, transferring to another healthcare institution. എന്താണ് ആൻസർ? പറയണ്ടല്ലോ, ഓപ്ഷൻ വേണ്ടല്ലോ. ഓക്കെ, റിപ്പീറ്റ് ചെയ്യണോ? A dash happens, a dash happens whenever a patient leaves, whenever a patient leaves hospital on the completion of treatment, on the completion of treatment, signing out against medical advice, signing out against medical advice, transferring to another healthcare institution, transferring to another healthcare institution. Okay, ആൻസർ എന്താണ്? ഡിസ്ചാർജ്. ഓക്കെ,
ഓപ്ഷൻ വേണ്ടല്ല, ആൻസർ ചെയ്താൽ എല്ലാവർക്കും അല്ലേ? പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, LAMA സ്റ്റാൻഡ്സ് ഫോർ. LAMA സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ 2-3 തവണ അല്ലെ, കുറെ തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാണല്ലേ LAMA. ഈ ക്ലാസ്സിലും പറഞ്ഞ് കഴിഞ്ഞ ക്ലാസ്സിലും ഒക്കെ പറഞ്ഞു. പറഞ്ഞ ആൻസർ കമന്റ് ചെയ്തേ, ആൻസർ പറഞ്ഞേ. LAMA സ്റ്റാൻഡ്സ് ഫോർ ഓക്കെ, ലീവിംഗ് അഗെയിൻസ്റ്റ് medical advice. Leaving against medical advice. HIS stands for his, stands for. HIS stands for. HIS stands for. എന്താണ്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. Hospital information system. Next question, choose odd one out. Choose odd one out. Choose odd one out. Okay. Choose odd one out. Option A, efficient billing system. Option A, efficient billing system. Efficient billing system. B, better bed management. Option B, better bed management. Option B, better bed management. Option C, improve care coordination. Improve care coordination. Option C, improve care coordination. Improve care coordination. Option D, signing out against medical advice. Option D, okay. Signing out against medical advice. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈനിങ് ഔട്ട് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറഞ്ഞാല് സൈനിങ് ഔട്ട് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. സൈനിങ് ഔട്ട് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. Which can contain, next question, അഞ്ചാമത്തെ question, which can contain all patient details. Which can contain all patient details. എന്തിലാണ് പേഷ്യൻസിന്റെ ഫുൾ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ടായിരിക്കുക? Which can contain all patient details. പേഷ്യന്റിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും. ഡിസ്ചാർജ് സമ്മറി അല്ലെ? ഡിസ്ചാർജ് സമ്മറി. കിസല്ല, ഡിസ്ചാർജ് സമ്മറി. ഡിസ്ചാർജ് സമ്മറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിക്സ്ത് ക്വസ്റ്റ്യൻ, എ ഡിസ്ചാർജ് സമ്മറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഡിസ്ചാർജ് സമ്മറി. Sixth question, a discharge summary is a discharge summary. A discharge summary is a dash. Is a dash prepared by a health professional. A discharge summary is a dash prepared by a health professional. Prepared by a health professional at the conclusion of a hospital stay. At the conclusion of a
At the conclusion of a question, correct ആയിട്ട് നോക്ക് ബിൻഷ. Question നോക്കിയേ. A discharge summary is a dash. ഇപ്പൊ തന്നെ മിസ് ലാസ്റ്റ് എടുത്ത സെക്ഷൻ ആണ്. A discharge summary is ആരാണ് പ്രിപ്പയർ ചെയ്യാന്നല്ല ചോദിച്ചിരിക്കുന്നത്. ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത് എന്താണ് ക്ലിനിക്കൽ റിപ്പോർട്ട് അല്ലെ. A discharge summary is a dash prepared by a health professional. ഹെൽത്ത് പ്രൊഫഷൻ ആണ് പ്രിപ്പയർഡ് ചെയ്യുന്നത്. At the conclusion of hospital stay, ഹോസ്പിറ്റൽ സ്റ്റേയിൽ കിടന്നപ്പോഴും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന സമയത്ത് അവർക്ക് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് എഴുതിയിരിക്കുന്ന എന്താണ് ക്ലിനിക്കൽ റിപ്പോർട്ട് അല്ലെ. ക്ലിനിക്കൽ റിപ്പോർട്ട്. ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത് ഒരു ക്ലിനിക്കൽ റിപ്പോർട്ടാണ്. ക്ലിനിക്കൽ റിപ്പോർട്ട്. നെക്സ്റ്റ് 7th question. The discharge summary shall include. Next question, 7th question. The discharge summary shall include. The discharge summary shall include option A, reason for admission. Option A, reason for admission. Option A, reason for admission. Option B, significant findings. Option B, significant findings. Option C, patient's condition at discharge. Option C, patient condition at discharge. Option D, all of the above. Option D, all of the above. Okay. Answer എന്താണ്? Option D ആണല്ലേ. Discharge summary, reason for admission ഉണ്ടാവും, significant findings ഉണ്ടാവും, patient condition to at discharge ഉണ്ടാവും അല്ലേ. 8th question. Option B. Option B, significant findings. ആൻസർ ആണോ ബി എന്ന് പറഞ്ഞത്? ഓപ്ഷൻ ബി എന്താണെന്നാണ് ചോദിച്ചത് വിജേഷ്. ഓപ്ഷൻ ബി, സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ്. എന്തൊക്കെയാണ് ആരോഗ്യനെ കുറിച്ച് കണ്ടുപിടിച്ചത്? ഓക്കെ. 8th question. An authorized hospital discharge shall only be made by an authorized hospital. Discharge shall only be made by an order from the dash. An order from the dash. എന്താണ്? ആരുടെ ഓർഡറിലാണ്? ഡോക്ടർ. പ്രൈമറി കൺസൾട്ടന്റ് അല്ലെ. ഡോക്ടർ, പ്രൈമറി കൺസൾട്ടന്റ്, ഡോക്ടർ. ഓക്കെ. 9th question. Who responsible for the, ഒന്നുകൂടെ പറയണം. An authorized hospital discharge shall only be made by an order from the dash. In order from the dash, doctor or primary consultant. 9th question. Who responsible for the person to ensure
to ensure compliance with this policy, who responsible for the person to ensure compliance with the policy, like billing, duration to finish, okay, finish a discharge process, etc. Wardeners, right? Answer, wardeners. Duration to finish a discharge process, etc. Answer, ward sister. And question, which is often the primary mode of, the primary mode of communication, between the hospital care, team, and aftercare providers. Okay. Discharge summary. Which is often the primary mode of communication. Between the hospital care team and after providers. Answer എന്താണ്? Discharge summary. Okay. 9th question. Who responsible for the person to ensure compliance with the policy, like billing, duration to finish a discharge process, etc. Okay. Second question, LAMA stands for Living Against Medical Advice. LAMA stands for. But down the question, which is often the primary mode of communication between the hospital care team and aftercare providers. 3rd question, HIS stands for. ഇനി ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയവര് ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്യട്ടാ, സെൻഡ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഇതിലും കറക്ഷനാ എന്തെങ്കിലും വിട്ടുപോയതൊക്കെ ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റൂട്ടോ. ഓക്കെ. അപ്പൊ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ
ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എന്താണ് ഏതാണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. HIS സ്റ്റാൻഡ്സ് ഫോർ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് 13ാമത്തെ ചാപ്റ്റർ കേട്ടോ, ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഓക്കെ, ഡിസ്ചാർജ് പ്രോസസ് എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am. Thank you.